യുഎസിലെ ഗാൽവെസ്റ്റൺ ഹൂസ്റ്റൺ അതിരൂപതയിലെ കത്തോലിക്ക പുരോഹിതനും സോഷ്യൽ മീഡിയയിലെ സ്റ്റാറുമായ ഫാദർ ഡേവിഡ് മൈക്കിൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച മുഴുവനും. നർമ്മത്തിലൂടെ ഒരുപാട് അനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഈ വൈദികൻ കഴിഞ്ഞ ദിനം പറഞ്ഞ ഒരനുഭവം കേൾക്കുന്ന ഏതൊരാളുടെയും ഹൃദയത്തിൽ തൊടുന്നതായിരുന്നു. സ്വന്തം സഹോദരന്റെ കുഞ്ഞിന് മാമോദീസ നൽകിയ അനുഭവം. പക്ഷേ മാമോദീസ നൽകിയത് ദേവാലയത്തിൽ വെച്ചായിരുന്നില്ല, NICUവിൽ വെച്ചായിരുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമായിരുന്നു ഫാദർ മൈക്കിളിൻ്റെ സഹോദരൻ്റെ കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആദ്യത്തെ ദിനങ്ങളിൽ അപകടനിലയിലുള്ള കുട്ടി അവനായിരുന്നു. അതുകൊണ്ട് ഞാൻ ആശുപത്രിയിൽ സന്ദർശിച്ചപ്പോൾ അവിടെ വെച്ച് തന്നെ അവന് മാമോദിസ നൽകാൻ തീരുമാനമെടുക്കുകയായിരുന്നു, വൈദികൻ പറഞ്ഞു. ഈ സമയങ്ങളിലും തൻ്റെ മകന് ഒന്നും സംഭവിക്കില്ല, അവനെ ദൈവം രക്ഷിക്കും എന്ന് പ്രത്യാശയോടെ വിശ്വസിക്കുന്ന അവൻ്റെ മാതാപിതാക്കളെ കണ്ടപ്പോൾ വൈദികന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഈ അവസ്ഥയിലും അവന് മാമോദിസ നൽകാൻ അവർ തയ്യാറായി. ആ തീരുമാനത്തിന് ഫലങ്ങൾ കണ്ടു തുടങ്ങി എന്ന് വേണം പറയാൻ. അവൻ്റെ ആരോഗ്യനില മുമ്പത്തേതിനേക്കാൾ മെച്ചപ്പെട്ടു വരികയാണ്. ഉടൻ തന്നെ അവനുമായി വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആ മാതാപിതാക്കൾ. വൈദികൻ ഈ സംഭവത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് പിന്നിൽ ഒരു കാര്യമുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ മാമോദിസ നൽകുന്നതിനെക്കുറിച്ചും മക്കളെ ആത്മീയമായി വളർത്തുന്നതിൽ മാതാപിതാക്കളുടെ പങ്കിനെക്കുറിച്ചുമായിരുന്നു അത്. പോസ്റ്റിന് താഴെയുള്ള കമൻറ്റുകളിൽ ഭൂരിഭാഗവും എത്രയും വേഗം ആ കുഞ്ഞിനെ ദൈവം സുഖപ്പെടുത്തട്ടെ എന്നതായിരുന്നു.